ശ്രീ ശ്യാംകുമാർ, ഇതിനെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം താങ്കളുടെയൊക്കെ വാദത്തെ താങ്കൾ പ്രാഥമികമായി ആമുഖമായി പറഞ്ഞു വെച്ചതിനെ പൂർണ്ണമായി നിരാകരിച്ചു. സ്വാഭാവികമാണത്. നിരാകരിച്ചുകൊണ്ട് താങ്കളൊക്കെ എടുക്കുന്ന നിലപാടുകളാകെയും കേവലം ആരോപിക്കൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കേരളീയ പൊതുസമൂഹത്തെ ഈ കാര്യങ്ങൾ കൊണ്ട് താങ്കൾ പറഞ്ഞത് ഇത് ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് അവഗണിക്കരുത്, ഇതൊരു അടയാളമാണ് എന്നാണ് ഡോക്ടർ ശ്യാംകുമാർ പറഞ്ഞു വെച്ചത്. പക്ഷേ ഇത് ആ തരത്തിൽ നടത്തുന്ന വളരെ ആസൂത്രിതമായ സംഘ്പരിവാർ വിരുദ്ധ പ്രചാരണത്തിൻ്റെ ഒരു ശൈലിയാണ്, ഒരു സാഹചര്യമാണ് എന്ന നിലയിലാണ് BJP ഇതിനെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. കേട്ടല്ലോ. അതുപോലെ തന്നെ കരോളിൻ്റെ കാര്യത്തിൽ കണ്ടു, ആക്രമിക്കുന്നു. 12ഉം 13ഉം വയസ്സായ കുട്ടികൾ നടത്തുന്ന കരോളിനെ ആക്രമിക്കുന്ന നമ്മൾ കണ്ടു. സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്ന് പറയുന്നത് കണ്ടു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ന് തന്നെ വാർത്തകളിൽ വന്ന UP-യിൽ, ഉത്തർപ്രദേശിൽ ക്രിസ്മസ് അവധിയില്ല എന്നുള്ളതാണ്. ഹാജർ ഉറപ്പാക്കണം എന്ന് പറയുന്ന ഉത്തരവ് അവിടെ വിദ്യാഭ്യാസ വകുപ്പ് ഡിസംബർ 25-മായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നു. അഖില കേസുമായി ബന്ധപ്പെട്ട കാര്യം നേരത്തെ നമ്മളിവിടെ പറയുകയും ചെയ്തു. പക്ഷേ കേരളത്തിൻ്റെ മണ്ണിൽ ഇതൊന്നുമല്ലാത്ത ഒരു സവിശേഷ സ്വഭാവത്തിലാണ് BJP നിൽക്കുന്നത് എന്ന് സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത്. വളരെ നമ്മൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രശ്നത്തെ ഒന്ന് സമീപിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കേരളത്തിന് പുറത്ത് ക്രിസ്ത്യാനികളെ, കന്യാസ്ത്രീകളെ, അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ പ്രതിമകളെ, ബൈബിള് കത്തിക്കൽ, ഇങ്ങനെ എണ്ണമറ്റ സംഭവവികാസങ്ങളിലൂടെയാണ് സംഘപരിവാരം അല്ലെങ്കിൽ ഹിന്ദുത്വ വംശീയ ശക്തികൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആകമാനം പ്രവർത്തിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവവികാസങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാൽ 5 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് ഒഡീഷ, ഭുവനേശ്വർ, ഈ 2 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട്, ഈ 2 സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ക്രിസ്തുമസ് സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച വഴിയോര കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്തിയ സംഭവവാസം ഉണ്ടായത് ഒഡീഷയിലും ഭുവനേശ്വരിലുമാണ്. 2, ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കൾ, കോട്ടാൻകോട്ട് ഹിന്ദുക്കൾ കടകൾ അലങ്കരിക്കരുത്, ആഘോഷങ്ങളിൽ നിന്ന് അവർ വിട്ടു നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്ത VHPയുടെ വീട്ടൂരാണ്. 3, ക്രിസ്മസിന് അവധിയില്ലെന്ന് പറഞ്ഞത് UP സർക്കാരാണ്. യോഗി ആദിത്യനാഥിന്റെ സർക്കാരാണ് പറഞ്ഞത് ക്രിസ്മസിന് അവധിയില്ലെന്ന്. ഇവിടെ കേരളത്തിൽ വലിയ കേക്കുമായിട്ട് നടക്കുക. പക്ഷെ UP-യിൽ പറയുന്നത് UP-യിൽ ക്രിസ്മസിന് അവധിയില്ല, പകരം മറ്റൊരാളുടെ പിറന്നാൾ ആഘോഷിക്കാനാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ ഈ പറയുന്ന ജയന്തി ആഘോഷിക്കുന്നതിനോ ക്രിസ്തുവിന്റെ ദാർശനികമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം മറ്റു ചില പിറന്നാളുകൾ ആഘോഷിക്കാൻ പറയുന്നു. തപാൽ വകുപ്പിന്റെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണനീയുടെ പാടണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ തപാൽ വകുപ്പ് ആഘോഷമേ വേണ്ടെന്ന് വെക്കുന്ന സംഭവവികാസം ഉണ്ടാകുന്നു. ക്രിസ്മസ് ആഘോഷം മതപരിവർത്തനത്തിന് വഴിവെക്കുമെന്ന് പറയുന്നത് ഡൽഹി ലജ്പത് നഗറിൽ കരോൾ തടഞ്ഞുകൊണ്ട് ബജ്രംഗ് ദൾ പ്രവർത്തനത്തിനാണ് പറഞ്ഞത്. RSSന്റെ മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞ എന്താണ്? അതുപോലെ ഛത്തീസ്ഗഡില് ഹരിദ്വാറിൽ നടന്നതിന് സമാനമായ രീതിയിൽ ഒരു മത പാർലമെന്റ് ഛത്തീസ്ഗഡിൽ നടന്നു. അതില് അഗർവാൾ എന്ന് പറയുന്ന, അതിന് മുഴുവൻ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ അഗർവാൾ എന്ന് പറയുന്ന പേരായിട്ടുള്ള ഹിന്ദുത്വവാദി പ്രവർത്തകൻ പറഞ്ഞത് ക്രിസ്മസ് ആഘോഷം ഈ രീതിയിൽ ഇനി ഇന്ത്യയിൽ നടത്തുവാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരായി, യഹൂദർക്കും എതിരായ വലിയ രീതിയിലുള്ള വംശീയ വിദ്വേഷം നടക്കുന്നുണ്ട്. കേരളത്തിലെ ഒരു പുരോഹിതൻ, മതപുരോഹിതനാണല്ലോ പറഞ്ഞത്, കേരളത്തിലെ പുറത്ത് കർണാടകയിൽ ഉൾപ്പെടെ ഈ പറയുന്ന പുരോഹിത വേഷം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞത് കേരളത്തിലെ ഒരു പുരോഹിതനാണ് പറഞ്ഞത്. ഇനി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവവികാസം, ഇതിലൊന്നും സംഘപരിവാരത്തിനോ അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾക്കോ യാതൊരു പങ്കുമില്ല. ഞാൻ കൈരളിയുടെ വാർത്തയാണ് വായിക്കുന്നത്. ഗർഭിണിയുടെ വയറ്റിൽ ചവിട്ടി, നാവിൽ കമ്പി ഉപയോഗിച്ച് കുത്തി, പേരൂർ കടയിൽ ദളിത് കുടുംബത്തിന് നേരെ RSS ആക്രമണം. അപ്പൊ ഇതാരാണ് ചെയ്യുന്നത്? കൈരളിയുടെ വാർത്തയാണ് ഞാൻ വായിക്കുന്നത്, ഓൺലൈൻ വന്ന വാർത്തയാണ് വായിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എത്രയോ സംഭവവികാസങ്ങൾ. അപ്പൊ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാല്, ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് മാത്രം ഇതിനെ ചുരുക്കി കാണുന്ന ഒരു നിലപാട് തന്നെ തെറ്റാണ് എന്നുള്ളതാണ്. മറിച്ച് ജാതി വംശീയ ബോധം എന്നുള്ളത് വളരെ ആഴത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ RSSന്റെ പ്രവർത്തകരിൽ തന്നെ എന്തുകൊണ്ടാണ് മറ്റ് രാജേന്ദ്ര സിംഗ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ബ്രാഹ്മണരും സവർണരുമായിട്ടുള്ള ആളുകളാണല്ലോ RSSന്റെ ഈ പറയുന്ന മേലധികാരികളായിട്ട് വരുന്നത്? എന്തുകൊണ്ടാണ് മറ്റിതര ജാതിക്കാർ വരാത്തത്? അപ്പൊ പറയും ഞങ്ങളുടെ പ്രധാനമന്ത്രി OBC ആണ്, രാഷ്ട്രപതി ആദിവാസിയാണ്. ഇത് ടോക്കണിസത്തിലൂടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ, ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ ദളിതരുടെ ആദിവാസികളുടെ ഒക്കെ പ്രാതിനിധ്യം നോക്കിയാൽ വട്ടപൂജ്യമാണ്. മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപിക തസ്തിക ഒഴിച്ച ബാക്കി മുഴുവൻ വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ആ മേഖലയെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറി തസ്തിക നമുക്ക് പരിശോധിക്കാം. ആദിവാസികളുടെ
ദളിതരുടെ പ്രാതിനിധ്യം എത്രയാണ്? ദളിതരോടും ആദിവാസികളോടും ഒക്കെ വലിയ ഉം. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ആ പ്രാതിനിധ്യം നികത്താത്തത്? അപ്പം ഞാൻ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാല് കേരളത്തിന് പുറത്ത് പല രീതിയിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. ഇപ്പൊ ഭഗവത്ഗീത ക്ലാസ് നടന്നതിന്റെ പുറത്ത് റോഡില് ചിക്കൻ പപ്സ് വിറ്റെന്നും പറഞ്ഞ് ഈ രണ്ട് മുസ്ലിം വൃദ്ധന്മാരെ തല്ലിച്ചതച്ചില്ലേ? സുവേന്ദു അധികാരി എന്ന് പറഞ്ഞ ആ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ഈ ചിക്കൻ പപ്സ് വിറ്റ മുസ്ലിങ്ങളെ തല്ലിയ ആളുകളെ ആദരിക്കുന്ന രംഗമല്ലേ നമ്മൾ കണ്ടത്? ശൂദ്രൻ എന്ന് പറഞ്ഞാൽ മറ്റു ത്രൈവർണികരെ സേവിക്കേണ്ട ആളാന്ന് പറഞ്ഞത് അസമിലെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്? അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് സംഭവവികാസങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി യു പിയിൽ ദളിത് പീഡനം എടുത്ത് പരിശോധിക്കാം. ദളിത് പീഡനത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ് യു പി നിൽക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ കണക്കിനെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ ഈ പറഞ്ഞ ഈ ദളിത് പീഡനത്തിന്റെ കാര്യത്തില് ഈ പറയുന്ന സംസ്ഥാന വ്യത്യാസമൊക്കെ നമ്മൾ നിൽക്കട്ടെ. പക്ഷേ എന്തുകൊണ്ടാണ് യു പിയുടെ കാര്യം ഇവിടെ പരിഗണിക്കാത്ത? എന്തുകൊണ്ടാണ്? കേരളത്തിൽ ഈ പറയുന്ന കണക്കുള്ളതിന്റെ കാരണം വെച്ചാൽ വളരെ കൃത്യമായിട്ട് പരാതിപ്പെടാനുള്ള സാഹചര്യം ഉള്ളത് കാരണവും മറ്റ് പലതരത്തിൽ പരാതി കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷൻ ചെല്ലുന്നുണ്ട്. യു പിയിൽ അത് പോലീസ് സ്റ്റേഷന്റെ പാലക്കരോട്ട് പോലും അവിടുത്തെ ദളിതർക്കോ ആദിവാസികൾക്കും കയറാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് പരാതി തരിക? അപ്പൊ ഈ രീതിയിലാണ് എന്നിട്ടും ഒന്നാം സ്ഥാനത്താണ്.